നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലീഗിനെ വളർത്താൻ പുത്തൻ വഴികൾ തേടുകയാണ് ലീഗ് അധികൃതരും ടീമുകളുമൊക്കെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് മത്സരങ്ങൾ വിദേശത്ത് കൊണ്ടുപോയി നടത്തുക. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൂപ്പർ കപ്പിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്പാനിഷ് സൂപ്പർ കപ്പും ഇറ്റാലിയൻ സൂപ്പർ കപ്പും ഒക്കെ സൗദി അറേബ്യയിൽ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ലീഗ് മത്സരങ്ങൾ തന്നെ വിദേശത്ത് നടത്താനുള്ള ശ്രമങ്ങളിലേക്ക് ക്ലബ്ബുകൾ പോകുമ്പോൾ FC ബാഴ്സലോണയുടെ ടീം മയാമിയിൽ കളിക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണ്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ നിർണായകമായ മീറ്റിംഗ് ഉണ്ട് എന്ന്. ആ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതിന് അപ്രൂവൽ ലഭിച്ചിരിക്കുന്നു. യെസ്, RFEFന്റെ മീറ്റിംഗിൽ FC ബാഴ്സലോണയും VRL തമ്മിൽ ഈ വർഷം ഡിസംബർ 20 മയാമിയിൽ വെച്ച് ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുന്ന മത്സരത്തിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടായില്ല, അതുകൊണ്ട് മാത്രം മത്സരം നടക്കുമെന്ന് ഉറപ്പില്ല. ഇനി വേണ്ടത് യുവേഫയുടെ അംഗീകാരം കിട്ടണം. ഇതിൽ ഉൾപ്പെടുന്ന മറ്റ് ഫെഡറേഷനുകളുടെ അംഗീകാരം കിട്ടണം. എന്ന് പറഞ്ഞാൽ കോൺകക്കാഫിൻ്റെ അംഗീകാരം വേണം. അതോടൊപ്പം തന്നെ ഫിഫയുടെ അംഗീകാരവും ലഭിക്കേണ്ടതുണ്ട്. ആ പ്രോസസ്സുകളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് എന്ന് ഇന്നലെ RFEF ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന വാക്കുകളിലേക്ക് നോക്കാം. അതിൽ പറയുന്നത് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ Board of Directors has given their approval to process the request made by Barcelona and VRL to hold the match corresponding to match day 17th of La Liga in the United States. match day 17 ആ കളിയുള്ളത്. ആ മത്സരം അവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ ആരംഭിക്കാൻ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് RFEF. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ യുവേഫയുമായി ബന്ധപ്പെട്ടും അതുപോലെ ഫിഫയുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് നടത്തിയെടുക്കേണ്ടത്. വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നു ESPN FC. അവർ പറയുന്നത് VRLും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരം മാച്ച് ഡേ 17 ഡിസംബർ 20, 2025 രണ്ട് ക്ലബ്ബുകളും ഈ മത്സരം മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു മീറ്റിങ്ങിൽ ഇപ്പോൾ RFEF അതിന് അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. സോ ഒരു കോമ്പറ്റേറ്റീവ് മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ച് നടത്തുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ലാലിഗയുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നു. ലീഗ് പ്രസിഡന്റ് ഹവിർ ടബാസ് ESPNനോട് കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നു, അടുത്ത സീസണിൽ ഒരു മത്സരം നമുക്കവിടെ നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന്. ലാലിഗ ഇത്തരത്തിലുള്ളൊരു നീക്കവുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ട് കുറച്ച് നാളുകളായി. നേരത്തെ 2019 ജനുവരിയിൽ ബാഴ്സലോണയും ജിറോണയും തമ്മിലുള്ള മത്സരം US വെച്ച് നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിയിരുന്നു. അന്ന് പക്ഷേ അത് നടക്കാതെ പോയി. അന്ന് RFEF അതിനെ എതിർത്തു. യുവേഫയും ഫിഫയും ഒക്കെ അതിനെ എതിർത്തു. ഇന്നിപ്പോൾ 2025 കാര്യങ്ങൾ പോകുമ്പോൾ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. യുവേഫ, ഫിഫ തുടങ്ങിയവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കോൺസിക്വൻസസ് ഒക്കെ ഇപ്പം അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫിഫ അതുപോലെ തന്നെ US സോക്കർ ഫെഡറേഷൻ അവർക്ക് ലീഗൽ ആക്ഷൻ നേരിടേണ്ടി വന്നു. ലാലിഗയുടെ US പാർട്ട്ണർ റിലവൻ്റ് സ്പോർട്സ് അവർ ഈ ഒരു പ്രപ്പോസലിനെ ബാക്ക് ചെയ്യണം. അതിനെതിരെ അവർ നിന്നതിൽ ഫിഫക്കും US സോക്കർ ഫെഡറേഷനും ലീഗൽ ആക്ഷൻ നേരിടേണ്ടി വന്നു. ആ ലീഗൽ ആക്ഷൻ പിന്നീട് അവർ ഒത്തുതീർപ്പാക്കി ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ മത്സരങ്ങൾ നടത്താം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ RFEFും അവരുടെ ആ ഒരു നേരത്തെയുള്ള നിലപാട് മാറ്റി ഇപ്പോൾ സപ്പോർട്ടീവായിട്ടുള്ള ഒരു നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷന് സീരിയ മത്സരം AC മിലാനും കോമോയും തമ്മിലുള്ള മത്സരം ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ വഴിക്കാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത്. ഒരു രാജ്യത്തെ ലീഗ് മത്സരം മറ്റൊരു രാജ്യത്ത് പോയി നടത്തുന്നു. US പോയിട്ട് ബാഴ്സലോണ വേഴ്സസ് VRL മത്സരം നടത്തുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഫെഡറേഷൻ RFEF, USSF, യുവേഫ, കോൺകക്കാഫ്, ഫിഫ ഇവരുടെയൊക്കെ അംഗീകാരം കിട്ടണം. അത് ആ രൂപത്തിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പുതിയ ചരിത്രം ഒരുങ്ങാൻ പോകുന്നു. മെസ്സിയുടെ മയാമി നഗരത്തിലെ മെസ്സി കളിക്കുന്ന ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലെ ലാമിൻ യമാലും സംഘവും പന്ത് തട്ടാനുള്ള ഒരുക്കങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. RFEF അംഗീകാരവും കൊടുത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.